അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൻ നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 111 വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ബിസൈഡ്സ് പ്രോഫറ്റ്സ് ആൻഡ് മെസ്സഞ്ചേഴ്സ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ദൂതന്മാർ, അവരോടൊപ്പം there are also very pious people, വളരെ സാത്വികരായ ആളുകളെയും കാണാം, who are born to set such good examples to the people. ജനങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന സാത്വികരായ ആളുകളെയും കാണാം. ഇപ്പോൾ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരും ആയിട്ടുള്ളവർ, അവർ ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സാത്വികരായ കുറേ ആളുകൾ നന്മയുടെ മാതൃകകളായിട്ട് അവരോടൊപ്പം ഉണ്ടായിരിക്കും. their devotion to Allah, അള്ളാഹുവിനോടുള്ള അവരുടെ ആ ഭക്തി, ഈസ് വിറ്റ്നസ് ടു ദിസ് ഫാക്ട്, ഈ വസ്തുത ഒക്കെ സാക്ഷ്യം ആണ്. അവരുടെ നിലപാടുകളും അവരുടെ പ്രവർത്തനങ്ങളും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരുടെ മാതൃകകളും ആ വസ്തുതയിലേക്കാണ് വെളിച്ചം വീശുന്നത്. വെൻ അതേഴ്സ് ലുക്ക് അറ്റ് ദം, മറ്റുള്ളവർ അവരെ നോക്കുമ്പോൾ, ദേ സീ, അവർ കാണുന്നത്, ദ ലൈറ്റ് ഓഫ് അല്ലാഹ് ഷൈൻ ഓൺ ദം, അവരിലൂടെ അള്ളാഹുവിൻ്റെ പ്രകാശം അവർക്ക് കാണുവാൻ കഴിയും. അപ്പം പ്രവാചകന്മാർക്കും ദൂതന്മാർക്കും മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാത്വികരായ ആളുകളിലൂടെയും ആ ദൈവിക പ്രകാശം, ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിക്കുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാം പ്രശോഭിക്കുന്നത് കാണാൻ കഴിയും. ദീസ് പീപ്പിൾ, ഈ ആളുകൾ, ദെയർഫോർ ആർ ദ ലൈറ്റ് ബെയറേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രകാശവാഹകരാണ് ഈ ആളുകൾ. അല്ലാഹ് എന്ത് കൽപ്പിച്ചോ, പ്രവാചകന്മാരെന്ത് ഉപദേശിച്ചു കൊടുത്തു, അതിലൂടെ അവർക്ക് ലഭ്യമായ ആ പ്രകാശവാഹകരായി ഈ സാത്വികരായ മനുഷ്യർ മാറുന്നതാണ്. ഫോളോയിങ് ദ എക്സാമ്പിൾ ഓഫ് ദ ഹോളി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം, അവർ ഇസ്ലാമിൻ്റെ മഹാനായ പരിശുദ്ധനായ പ്രവാചകൻ്റെ മാതൃക പിന്തുടരുന്നതാണ്. സോ ആസ് ടു ബി ഇൻ ടേൺ ആൻ എക്സാമ്പിൾ, അങ്ങനെ അതൊരു മാതൃകയായിട്ട് അവരത് സ്വീകരിക്കും. എ ഗുഡ് മോഡൽ ഫോർ ദെയർ ബ്രദർ,
അവരുടെ മുമ്പിലുള്ള അവരുടെ സഹോദരങ്ങൾക്ക് അവർ ഒരു നല്ല മാതൃകയായിരിക്കും. ഹു ആർ നോട്ട് സോ അറ്റാച്ച്ഡ് വിത്ത് റിലിജൻ. അവരുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അവർ മതവുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവരായിരിക്കില്ല, ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കില്ല. പക്ഷേ അവരുടെ ഇടയിൽ അവർ ഒരു നല്ല മാതൃകയായിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പോൾ മതവുമായി കൂടുതൽ ബന്ധമില്ലാത്ത ആളുകളുടെ ഇടയിൽ മതത്തിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പ്രകാശം അവരിലൂടെ ഈ മതത്തെ കൂടുതൽ പരിഗണിക്കാത്ത ആളുകളിലേക്ക് പ്രവഹിക്കുവാനുള്ള കാരണമായി തീരും. അപ്പം ആ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സാത്വികരായ ആളുകൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഹാഡ് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്, ഈ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ റെക്കഗ്നൈസ്ഡ്, അവർ അംഗീകരിച്ചിരുന്നു എങ്കിൽ പ്രവാചകൻ്റെ ആളുകൾ അവർ അത് അംഗീകരിച്ചിരുന്നു എങ്കിൽ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ഇസ്ലാം, ഈ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ വന്ന എല്ലാ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളും അതിൽ പെടുന്നതാണ്. അപ്പോൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലാണെങ്കിലും ഇസ്ലാമിക വേദഗ്രന്ഥത്തിലെ മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ ഒരു പ്രവാചകനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സത്യത്തെ അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ആസ് എ യൂണിവേഴ്സൽ റിലിജൻ, ഒരു സാർവദേശീയ മതം എന്ന നിലയിൽ, ആൻഡ് മുഹമ്മദ് ആസ് എ യൂണിവേഴ്സൽ പ്രോഫറ്റ്, അതുപോലെ മുഴുവൻ ലോകത്തിനും വന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ദേ വുഡ് ഹാവ് ആൾസോ റിസീവ് ദിസ് ലൈറ്റ് ഓഫ് ഫെയ്ത്ത്. അവർക്കും ഈ വിശ്വാസ പ്രകാശം അവർക്കും കിട്ടുമായിരുന്നു. ആൻഡ് ബികം മുസ്ലിംസ്, അവർക്കും മുസ്ലിങ്ങളായി തീരാമായിരുന്നു. ഹോൾഡേഴ്സ് ഓഫ് എ മിഷൻ, ഒരു ദൗത്യം വഹിക്കുന്നവരായി തങ്ങളുടെ ദൗത്യ നിർവഹണത്തിനുള്ള അധികാരവും അവകാശവും അവർക്ക് ലഭിക്കുമായിരുന്നു. ഈ പ്രവാചകനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവർ അത് വിശ്വസിച്ചിരുന്നു എങ്കിൽ അവർക്കും ഇസ്ലാമിൻ്റെ പ്രചാരകരായി, ഈ പരിശുദ്ധമായ പ്രകാശം വഹിക്കുന്നവരായി മാറാമായിരുന്നു. ടു സ്പ്രെഡ് ഗുഡ് വിൽ അറൗണ്ട് ദം, അങ്ങനെ അവർക്ക് ചുറ്റും അവർക്ക് ഈ സൗമനസ്യം, ദയ, നന്മ പ്രചരിപ്പിക്കാമായിരുന്നു. സോ ദാറ്റ് ഇൻ ടേൺ അതേഴ്സ്, മറ്റുള്ളവരെ തിരിക്കുവാനും കഴിയുമായിരുന്നു. മേ ഫോളോ ഇൻ ദെയർ ഫുട് സ്റ്റെപ്സ്, അവർ പിന്തുടരുന്ന ആ കാൽപാതകളിലൂടെ മറ്റുള്ളവരെയും ആ വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാനുള്ള അവസരവും അവർക്ക് ലഭിക്കുമായിരുന്നു. ബട്ട് അലാസ്, എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, മോസ്റ്റ് ഓഫ് ദം സേവ് എ ഫ്യൂ, വളരെ കുറച്ച് ആളുകൾ ഒഴികെ ബഹുഭൂരിഭാഗം ആളുകളും പ്രിഫർ ടു ടേൺ ദെയർ ബാക്സ് ടു ഇറ്റ്, ഇതിന് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുവാനോ ആ ലൈറ്റ്, ആ വിശ്വാസ പ്രകാശം അവരിലേക്ക് പ്രവേശിപ്പിക്കുവാനോ തയ്യാറാകാതെ അതിൽ നിന്നും പിന്മാറിപ്പോവുകയാണ് ചെയ്തത്. തസ് ഷട്ടിങ് വിത്ത് ദെയർ ഓൺ ഹാൻഡ്സ്, അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഷട്ടിങ് വിത്ത് ദെയർ ഓൺ ഹാൻഡ്സ്, അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവർ അത് അടച്ചു കളഞ്ഞു. ദ ഡോർ ഓഫ് ദെയർ ഓൺ സാൽവേഷൻ, അവരുടെ തന്നെ രക്ഷാമാർഗത്തിൻ്റെ കവാടങ്ങൾ അവർ തന്നെ അടച്ചു കളഞ്ഞു. അപ്പോൾ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ
وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون എന്ന ഖുർആനിക വചനത്തിൻ്റെ വിശദീകരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്ത വചനവും അതിൻ്റെ വിശദീകരണവുമായിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ലൈറ്റ് പോയതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ഇരുട്ടായിട്ടുണ്ട്. വീഡിയോ നോക്കുമ്പോൾ അതിൽ അപാകത കാണുന്നുവെങ്കിൽ ക്ഷമിക്കുക. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും നമുക്ക് നേർവഴി കാട്ടിത്തരാൻ ഈ കാലത്ത് നിയോഗിച്ച ഒരു നിയോഗിതിനോടൊപ്പം കഴിയുവാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യവാന്മാരിൽപ്പെട്ട ആളുകളായിത്തീരുന്നതിനുള്ള അവസരങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പരിപൂർണമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ദൂതനോടൊപ്പം നമ്മൾ ഈ ലോകത്ത് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സത്യസാക്ഷ്യത്തിൻ്റെ കാര്യം തന്നെയാണ്. ഐഹിക പാരത്രിക ലോക വിജയത്തിൻ്റെ നിദാനവുമാണ്. ആ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ച് ഇഹപരലോക വിജയം കരസ്ഥമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വചനവുമായി അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.